ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു അനദർ വ്ളോഗ് ഓഫ് മിനി കേർലി ടെയിൽസ്. ഇന്ന് ഈ വീഡിയോയിൽ ചെറിയ ക്ലിപ്പിങ്സും വീഡിയോസും ഞാനും മോളും കൂടും ദുബായ് മോളിൽ, നോട്ട് ദുബായ് മോൾ, ഇറ്റ്സ് മോൾ ഓഫ് എമിറേറ്റ്സ്. ഞങ്ങളവിടെ പോയി എൻജോയ് ചെയ്തു, കുറച്ച് ചിറ്റ് ചാറ്റ് ചെയ്തു. വി സ്പെൻഡ് അവർ ഓൺ ടൈം വിത്ത് ഈച്ച് അതർ. അത് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിക്കുന്നു. So let's all watch and enjoy. Hello, ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുക and we'll be back by evening. Okay? So today is our day, mother and daughter out. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ടോപ്പിൽ എത്തി. എങ്ങനെ ഉണ്ടെന്ന് നമ്മളോട് ഫോൺ എന്താ അമ്മയോട് പോയാലോ? അങ്ങനെ ഞങ്ങൾ ബസ്സിൻ്റെ മേളത്തെ ടോപ്പ് ഫ്ലോറിൽ സ്ഥാനം പിടിച്ചു. ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. പിന്നെ ബസ്സിൻ്റെ നമ്പർ E306. ഇത് രാവിലെ 6:40 തൊട്ട് വൈകിട്ട് 11:30 വരെ നമുക്ക് ഈ സർവീസ് കിട്ടും. ആൻഡ് ദി കോസ്റ്റ് ഫോർ വൺ വേ ട്രിപ്പ് ഇസ് അറൗണ്ട് 12 dirhams. നമുക്കത് NOL കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് പേ ചെയ്യാൻ പറ്റും, നോട്ട് വിത്ത് ക്യാഷ്. ട്രാവൽ ജേർണി ഫ്രം ഷാർജ അൽ ജുബൈൽ ബസ് സ്റ്റേഷൻ ടു അൽ ഗുബൈബ ദുബായ് ഒരു 45 മിനിറ്റ്. ആൻഡ് അറൗണ്ട് എനിക്ക് തോന്നുന്നു അവിടെ എഴുതിയിട്ടേക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ദർ ആർ അബൌട്ട് 14 സ്റ്റോപ്സ് ആ ബസ്. ഇത് അൽ ഫൈസൽ സ്ട്രീറ്റിൽ കൂടെ ബസ് പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പണ്ടത്തെ ഒരു സെൻട്രൽ സൂക്ക്, ഷാർജ സെൻട്രൽ സൂക്ക്. ആൻഡ് കൂടുതലും അവിടെ വിൻഡോ ഷോപ്പിംഗ് നടത്താൻ നല്ല രസമാണ് അവിടെ. ബസ് എന്തോ ആയാലും ബ്രിഡ്ജിൽ കയറി. കൂടുതൽ കാഴ്ചകൾ മനോഹരമായി. നല്ല ചൂടുണ്ടായിരുന്നു പുറത്ത്, പക്ഷെ ഞങ്ങളതൊന്നും അറിയുന്നില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞ് എ സി ഉണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. സോ വി ബോത്ത് ഓഫ് us enjoyed talking to each other for a longer period of time. ഞാനും അവളുടെ പ്രായത്തിലേക്ക് ഇറങ്ങി, so that she enjoys the whole trip. അമ്മ വൈബൊക്കെ ഒന്ന് മാറ്റി വെച്ചു. പിന്നെ അത് പോകെ ഇത് ആക്ച്വലി ഷാർജ സിറ്റി സെൻറ്റർ ആ വഴിക്ക് അത് പോകുന്നത്, മംസാർ വഴി. മംസാർ ബീച്ചിൻ്റെ സൈഡ് വ്യൂ ഒക്കെ കാണാൻ പറ്റുമെങ്കിൽ ക്ലിപ്പിങ്സ് എടുക്കാം. ഇത് അൽവഹദ സ്ട്രീറ്റ്, ലെഫ്റ്റിൽ കാണുന്നത് സിറ്റി സെൻറ്റർ. ആൻഡ് ഇന്നെന്തോ ആയാലും വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ വർക്കിംഗ് ഡേയ്സിൽ ഇറ്റ് ഇസ് ടു ഹെക്റ്റിക് ട്രാഫിക്. പിന്നെ ഇവിടെ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്നത് അൽ ഷിൻഡാഗ ടണൽ. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് അണ്ടർ വാട്ടർ റോഡ് ടണൽ ഇൻ ദ ഗൾഫ് ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ കീ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഇൻ ദുബായ്. ഇറ്റ് ഹാസ് ബീൻ ഓപ്പൺഡ് ഇൻ 1975 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഹിസ് എക്സലൻസി ഷെയ്ഖ് റാഷിദ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് സർ വില്യം ഹാൽക്രോ ആൻഡ് പാർട്ട്നേഴ്സ്.
next stop is Al Khuwaybah bus station. Al Khuwaybah bus station is a multimodal station in the heart of ഞങ്ങൾ അങ്ങനെ ബസ്സിൽ ഇറങ്ങി ഇനി മെട്രോയിലേക്ക് പോവാ അല്ലേ? ചായ കുടിക്കാൻ എല്ലാം കണ്ട ഉണ്ട് ഇതന്നെ. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീൻ ലൈൻ മെട്രോ കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് അറിയാമെങ്കിൽ പുതിയതായിട്ട് വരുന്നവർക്ക് ഗൈഡ് ചെയ്ത് പോകാൻ പറ്റും അല്ലേ? മെട്രോ ടാക്സി എല്ലാം ഉണ്ട്. മെട്രോ ടാക്സി പല. ബസ്സിൽ നിന്ന് ഇറങ്ങി മെട്രോയിലേക്ക് പോകാൻ 2 മിനിറ്റേ ഉള്ളൂ. പക്ഷെ എന്താ ചൂട്. മെട്രോയിൽ കയറി ഇപ്പോഴാ ഒരു ആശ്വാസം കിട്ടിയത്. The next station is Burj Khalifa, Dubai Mall. المحطة القادمة هي مول الإمارات. The next station is Mall of the Emirates.
മോളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അറ്റ്മോസ്ഫിയർ ഫുൾ ബിസി ആയിരുന്നു. പക്ഷേ നമ്മൾ റിലാക്സ്ഡ് ആയിരുന്നു. ഒരു ഹറിയും ഇല്ല. ഷോപ്സിൽ കുറേ നേരം നടന്നു. അവൾ കുറേ ബ്രാൻഡ്സിനെ കുറിച്ച് സംസാരിച്ചു. ഗുച്ചി, ചാനൽ, ഡയോർ. അങ്ങനെയല്ല. എനിക്ക് ബ്രാൻഡ്സിനെ പറ്റി ഒരു വിവരവും ഇല്ല. കുറേ ബ്രാൻഡ്സ് അറിയുന്നല്ലാതെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വലിയ വിവരമില്ല. എനിക്ക് ക്വാളിറ്റി മാത്രമായിരുന്നു അറിയാവുന്നത്, ബ്രാൻഡല്ല. അതുകൊണ്ട് ചെറിയ ആർഗ്യുമെൻ്റ് വന്നു. അവളുടെ വ്യൂ പോയിൻ്റ് പറഞ്ഞു. പക്ഷേ രണ്ടുപേരും ഒരു സ്റ്റേജിൽ സംസാരിച്ചു. ഒരാൾ വേറൊരാൾക്ക് സ്പേസ് കൊടുത്തു. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. What is that you are enjoying, Alina? Crispy cream. Huh? എൻ്റെ ആ ടോപ്പ് നല്ല രസമുണ്ടല്ലോ. ഒന്ന് എടുത്ത് അതിൻ്റെ കളർ കൊള്ളാൻ പോലെ. ഫൈൻ ഫിഷ്. ഓക്കെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സൈഡിൽ വന്നിട്ട് അപ്പോൾ വിൻഡോ ഷോപ്പിങ്ങിൻ്റെ ഒരു പ്രത്യേക രസമാണ്. ചുമ്മാ വിലയൊക്കെ ചോദിച്ച് ഫ്രം വൺ ഷോപ്പ് ടു അനദർ ഇങ്ങനെ പോകാമല്ലോ. ആസ് വി മൂവ് ഓൺ ഷോപ്പിങ്ങിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൂടി. ചില ഷോപ്സിൽ പോയി ചില പെർഫ്യൂംസ് ടെസ്റ്റ് ചെയ്തു. പെർഫ്യൂംസൊക്കെ ബ്രാൻഡഡ് ആയതുകൊണ്ട് നല്ല വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചേച്ച് ഞങ്ങൾ പിന്നെയും നടന്നു. മേക്കപ്പ് ട്രൈ ചെയ്തു. കുറച്ച് സാധനങ്ങൾ അതിൻ്റെയൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് വാക്കിംഗ്, വിൻഡോ ഷോപ്പിംഗ്. പീപ്പിൾ വേ വാച്ചിങ് ഫ്രം ഹിയർ ആൻഡ് ദെയർ. അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു. പക്ഷേ അതൊക്കെ മൈൻഡ് ചെയ്യരുതെന്ന് എന്ന് ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ ഉറപ്പിച്ചു. ഡ്രസ്സില്ലേ ആ ജീൻസിന്റെ ഇട്ട് നോക്കാം. ഇട്ട് നോക്കും. പക്ഷെ അത് നിനക്ക് വലുതായിരിക്കും. ഇഷ്ടമായോ മോക്ക്? ഓക്കെ എന്നാ
അത് ഗേൾസ് വാൾട്ടിന് എൻ്റെ ഭയങ്കര കുട്ടി വാൾട്ട് പോലെ ഏതാ മോനെ ഇഷ്ടം? അതാണോ? അപ്പം 2 അമ്മയ്ക്കും നിനക്ക് വരണം. ഈ ബ്രൗൺ അമ്മ എടുത്തോ, ഈ പിങ്കും വൈറ്റും ഞാൻ എടുത്തോളാം. But we don't have a bag with us, right? And how much do you charge for a bag? 25? Yes. المحطة القادمة هي المركز التجاري العالمي. The final destination. നമ്മൾ മോർണിംഗ് 10 AM ഷാർജ ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ട്രാഫിക് ഉണ്ടായിരുന്നു. ദെയർഫോർ മോൾ ഓഫ് എമിറേറ്റ്സിൽ ഞങ്ങൾ റീച്ച് ചെയ്തത് 12 മണിക്ക്. രാവിലെ തുടങ്ങിയ 10 മണിക്കുള്ള യാത്ര ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒരു 7:45 8 മണിയായി കാണും. 5 മണിക്കൂർ മോളിൽ ഞങ്ങൾ രണ്ടുപേരും നടന്നു. മനസ്സ് ടയേർഡ് ഒട്ടും ആയിരുന്നില്ല. ബാഗ്സ് വലുതായിട്ടൊന്നും നിറഞ്ഞില്ല, പക്ഷേ ഹാർട്ടിൽ മെമ്മറീസും ഓർമ്മകളും ഒരു ഡീപ്പ് ബോണ്ടിങ്. ഇതല്ലേ ഏറ്റവും ആവശ്യമുള്ള കാര്യം.